രേണു സുധിയെ പറ്റിയല്ലേ? രേണു സുധിയെ പറ്റി എന്ത് പറയാനാണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പാവം കൊച്ച്. അതിൽ ഈ ആൾക്കാർക്കൊക്കെ എന്താ ഇതിൻ്റെ ആവശ്യം? എല്ലാവർക്കും അവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോലെ. അത് അതിൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ അതിനിഷ്ടമുള്ള ഒരു ജോലി ചെയ്ത്, താല്പര്യമുള്ള ജോലി, ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോലി കിട്ടണമെന്ന് അതിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരുടെ പാഷനായിട്ടുള്ള എന്തെങ്കിലും ഉള്ളിൽ ഒതുങ്ങിയിരിക്കും. അത് കല്യാണത്തോടുകൂടി മിക്കവാറും പെൺകുട്ടികൾ അവരുടെ ആഗ്രഹങ്ങളെല്ലാം അമർത്തി വെച്ചാണ് ജീവിക്കുന്നത്. അവസരം കിട്ടുമ്പോൾ അവർ പുറത്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ജീവിക്കാനുള്ള ഒരു ഉത്തരപ്പാടിൽ അവർക്കത് ആവശ്യമായിട്ട് തോന്നി ആ സമയത്ത് അവർ പുറത്തേക്ക് എടുത്ത് അതിൻ്റെ രീതിയിൽ അവർ ജീവിച്ചു പോകുന്നു. ആരെയും ശല്യപ്പെടുത്തുന്നില്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം സുധി എന്ന് പറയുന്ന ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? മക്കളെ നോക്കണ്ടേ, അവരെ പഠിപ്പിക്കണ്ടേ, അവർക്ക് ജോലിയാക്കണ്ടേ? ഇത് പറയുമ്പോൾ നിസ്സാരമാണ്. ഓരോ ദിവസവും ഓരോ നേരവും കഴിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് എത്ര രൂപ വേണ്ടി വരും? ഇത് അന്യരുടെ മുന്നിൽ കൈനീട്ടി വായിക്കേണ്ട കാര്യമല്ലല്ലോ. അത് എത്ര നാൾ നമ്മളിങ്ങനെ കൈനീട്ടി വായിക്കും? അതിനില്ലേ ഒരു അന്തസ്സ് കുറവ്. സ്വന്തമായിട്ട് അഭിനയിച്ചോ ഡ്രീംസ് ചെയ്തോ ജീവിക്കട്ടെ. എന്തിനാ ഈ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ അതിൻ്റെ പുറകെ നടന്ന് ഉപദ്രവിക്കുകയാണ്? 100 കമൻറ്റ് വീട്ട് അതെന്തോ ആഭാസതരം കാണിക്കുന്നതായിട്ടും. ഇതിനു മുമ്പ് റീൽസൊന്നും ആരും കണ്ടിട്ടില്ലേ? സിനിമയിലൊന്നും അഭിനയിക്കുന്നത് ഇപ്പോൾ ഉള്ളവർ കാണുന്നില്ലേ? ഇപ്പം ഇവരെന്ത് കാണിക്കുന്ന രേണു സുധി അതങ്ങനെ ചെയ്തു, രേണു സുധി ഇങ്ങനെ ചെയ്തു എന്തൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഞെട്ടിക്കുന്ന വാർത്തകളെന്നും പറഞ്ഞിട്ട് യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇവരുടെ പുറകെ നടക്കും. ക്യാമറ കൊണ്ട് എന്ത് മോശമാണ്. ഇപ്പോൾ യൂട്യൂബ് തുറക്കി കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ഈ എന്താണ് രേണു സുധിയുടെ വീഡിയോസാണ്. അവർ കാപ്പി കുടിക്കുന്നത്, അവർ ചായ കുടിക്കുന്നത്, അവർ മാങ്ങ തിന്നുന്നത്, അവർ ചക്ക തിന്നുന്നത്. എന്താ ചെയ്യുക?